ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് ഡി എമ്മിൽ ഒത്തിരി വരുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണ് യു എയിൽ ജോബിന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഈ വാറൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു ജോബിന് ഒരു 10 ഒരു ജോബ് ഓപ്പണിംഗ് കണ്ടിട്ട് അതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണെങ്കിലും നമ്മൾ തിരിച്ച് വിളിക്കാതിരിക്കില്ല. അവർ റെസ്പോണ്ട് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് തന്നെ ജസ്റ്റ് ഒന്ന് ഹയറിങ് നോക്കിയിട്ട് ഓരോ കമ്പനീൻ്റെ ഹയറിങ് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 കമ്പനിയിൽ 100 ജോബ് വേക്കൻസി കണ്ടിട്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു റെസ്പോണ്ടും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. കാരണം ഇത്രയും വേക്കൻസീസ് എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ കീവേഡ്സ് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു കമ്പനീൻ്റെ ജോബ് വേക്കൻസിയിൽ താഴെ കുറച്ച് കീവേഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും, മീൻസ് കമ്പനി കൊടുക്കും. അത് നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് നമ്മുടെ സി വിയിൽ അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് അറിയുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ അതുപോലും ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അത്ര വലിയ റെസ്പോണ്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം നെക്സ്റ്റ് മന്ത് ജൂണും കൂടെ കഴിഞ്ഞിട്ട് സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ യു എയിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. നോർമലി പൊതുവെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. യു എയിൽ വന്നിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസ്. എനിക്ക് തോന്നുന്നൊരു കുറേ ജോബ് വേക്കൻസീസ് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഈ ലിങ്ക്ഡിനിലെല്ലാം പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓരോ ഫീൽഡ് ഞാൻ എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ദിവസവും അപ്ഡേറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ ഓരോ മണിക്കൂർ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പോലും എനിക്കൊന്ന് ഉച്ച സമയത്തൊക്കെയാണ് ഒത്തിരി ജോബ് വേക്കൻസിയും കാര്യങ്ങൾ വരാറ്. അതിൽ കുറേ പേർക്ക് ജോബ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പോൾ ജോബ് വേക്കൻസീസ് അത്ര കണ്ടിട്ട് പോലും നമുക്കൊരു കമ്പനിയിൽ റെസ്പോണ്ട് കിട്ടാൻ ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പെട്ടെന്നൊരു ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞ പോലെ വരാതെ 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന്. യു എയിലെല്ലാം ഓക്കെയാണ്, എന്നാൽ പോലും ഒരു ജോബ് വേക്കൻസീസൊക്കെ അധികം കുറവാണ്. പണ്ടത്തെ പോലെ അങ്ങ് ഒത്തിരി ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിനെ എല്ലാവർക്കും ഇങ്ങനെ പേഴ്സണലി ചോദിക്കുമ്പോൾ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ എന്നുള്ളത്. അപ്പം മെയിനായിട്ട് പറയാനുള്ളത് 2 മാസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. 2 മാസം കഴിഞ്ഞിട്ട് യു എയിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഉള്ളൊരു ഓപ്ഷൻ. അപ്പം നാട്ടിൽ നിന്നാണെങ്കിലും അപ്ലൈ ചെയ്യുന്നത് ഓക്കെയാണ്, എന്നാൽ പോലും ഒരു 75% യു എയിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ജോബിന്. കാരണം ഇവിടെ വന്ന് അപ്ലൈ ചെയ്ത് എന്നിട്ടൊരു ജോബൊക്കെ കിട്ടി അതിൽ സെറ്റിൽ ആവുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ പെട്ടെന്ന് തന്നെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. ഓൺലൈനിൽ തന്നെ ചില കമ്പനികൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ വയ്ക്കാറുള്ളൂ. അപ്പോൾ അധികം ഓഫ്ലൈൻ ഇൻ്റർവ്യൂവിൽ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ജോയിൻ ചെയ്യാനും പറയും. അപ്പോൾ ബെറ്റർ യു എയിൽ വന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ വരാതെ 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ബെറ്റർ. അപ്പം ഇതിന് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യു എയിൽ ആരെങ്കിലും നിങ്ങൾ ഫ്രഷേഴ്സ് ആരെങ്കിലും ഒക്കെ വരാനുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ.